ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ശില്പ. ശരീരം മുഴുവൻ നിറം വയ്ക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാരറ്റ് മഞ്ഞൾ ഓയിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത്. ഈ ഓയിൽ ഉണ്ടാക്കാൻ നമുക്ക് ആകെ 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ: ക്യാരറ്റ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഓയിൽ. ഒരു ചെറിയ ക്യാരറ്റാണ് ഞാനിവിടെ ഓയിൽ തയ്യാറാക്കാനായി എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇനി നമുക്കൊരു ബോട്ടിലിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഓയിലാണ്. ഞാനിവിടെ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി മുഖക്കുരുവിനെതിരായിട്ടും ക്യാരറ്റ് നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓയിലിലേക്ക് ക്യാരറ്റിൻ്റെ ഗുണങ്ങളെല്ലാം അലിഞ്ഞിറങ്ങിയിട്ടുണ്ടാവും. സാധാരണ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എണ്ണയിലിട്ട് ചൂടാക്കിയാണ്. അതിനേക്കാളും റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇതിനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ക്യാരറ്റ് നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓയിൽ മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കണം. ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് എണ്ണ വേർതിരിച്ചെടുക്കാം. ഇത് നമ്മുടെ സ്കിൻ റിപ്പയറിങ് മാത്രമല്ല, തലയിൽ താരനൊക്കെ മാറാനും നല്ല ഒരു ഓയിലാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഹെയർ റൂട്ടിന് ബലം കൊടുക്കാനും അതുപോലെ തന്നെ മുടി കൂടുതൽ സ്മൂത്തറും ഷൈനറും ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലൂടെ മുടി കൊഴിച്ചിൽ കുറയുകയും അതുപോലെ തന്നെ പുതിയ മുടികൾ വളരാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഓയിൽ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓയിൽ കട്ട പിടിച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇളക്കി നോക്കുമ്പോഴത്തേക്ക് അടിയിൽ കുറച്ച് വെള്ളം കാണാം. ഇത് ക്യാരറ്റിൻ്റെ ജ്യൂസാണ്. ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഈ ഓയിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫേസ് ക്രീമുകളുടെ കൂടെ ഇതിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഓയിൽ കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. കാരണം മുഖം ഒന്ന് മോയ്സ്ചറൈസ് ആവാനും അതുപോലെ തന്നെ മുഖക്കുരുവൊക്കെ മാറാനും പിന്നെ മുഖത്തെ കുഴികളും ചുളിവുകളൊക്കെ മാറാനും വളരെ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.